2, 3, 4. Yes, sir. ഇതേ ഞാൻ വിളിച്ചു കേട്ടില്ലേ? കേട്ടു സർ. എന്നിട്ട് ആരെങ്കിലും ഇവിടെ പരാതിയുമായിട്ട് വന്നാൽ ഞാൻ അറിയാതെ അത് ഒതുക്കി കളയരുത്. മനസ്സിലായോ? സാറൊന്ന് കണ്ണടച്ചാ മതി. താനെന്ത് ചെയ്യും? ബാക്കി ഞങ്ങള് അനാവശ്യം പറയുന്നു. ഇവിടെ ആരെങ്കിലും കൈക്കൂലി വാങ്ങിയാൽ അത് ഞാൻ അറിയും. നമ്മുടെ ലോക്കപ്പ് മുറി ഉണ്ടോ? അതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല സർ. ഉണ്ടോ ഒന്ന്? ഇല്ല സർ. ആണക്കേട്. ഈ നാട്ടിൽ കള്ളനും കൊള്ളരുതാത്തനുമായിട്ട് ആരുമില്ലേ? ഇല്ല സർ. ഇല്ലേ? ഇല്ല സർ. ഇല്ലേ? ഇല്ല സർ. എന്നാൽ ഉണ്ട്. കേരളത്ത് സാർ, ഞങ്ങൾ ആദ്യമായിട്ട് കയറേണ്ടത് നിങ്ങൾ. സാർ. കയറാൻ സാർ. അയ്യോ എത്ര ഞാൻ വരുന്ന വരെ ശേഷം കാത്തോളാം കേട്ടോ. ഒരു വെട്ടുകേസിലെ പ്രതിയാ. ഇവനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു പ്രയോജനമില്ല. അതെന്താ? ഞാൻ പഠിച്ച പണിയെല്ലാം നോക്കി, ഒറ്റ വാക്ക് മിണ്ടണമല്ലോ. ഇവൻ തനി കല്ലുളിയാ. എന്തുളി? കല്ലുളി. ഇവൻ കല്ലുളിയല്ല, മരമുളിയായാലും ശരി, ഇവനെ കൊണ്ട് 2 വാക്ക് ഞാൻ പറയിപ്പിച്ചിട്ട് അടങ്ങും. താനേ അകത്ത് പോയിട്ട് ആ സാധനം ഞാൻ എടുത്തോണ്ട്. പഴയതോ പുതിയതോ? കേട്ടോ, പഴയത് കൊണ്ടുപോടോ. എടാ, നിന്റെ പേരെന്ത് വേടാ? നിന്റെ വീട് എവിടെയാ? അയ്യോ, കൊണ്ടുപോവാ, ഞാൻ കൊണ്ടുപോവാ. താൻ എന്നെ കൊല്ലാൻ നോക്കിയാണോ? ഡോ, താൻ എന്റെ തൊപ്പി പോയിട്ട് വേണം തനക്ക് എന്റെ കസേര കയറി കുത്തിരിക്കാൻ. എടോ, ഈ പോലീസ് സ്റ്റേഷൻ പോലെ ഇത്ര സുരക്ഷിതത്വമുള്ള മറ്റൊരു പോലീസ് സ്റ്റേഷൻ കേരളത്തിൽ എവിടെങ്കിലും ഉണ്ടോടോ? ഇല്ലേ. കൽത്തുറുങ്ക് പോലൊരു ലോക്കപ്പ്, വേട്ടനായ്ക്കളെ പോലെ കുറെ പോലീസുകാർ, തോക്കിന് തോക്ക്, ലാത്തിക്ക് ലാത്തി, പുള്ളിക്ക് പുള്ളി. അതിലുപരി അതിബുദ്ധിമാനും അടിമുറ അഭ്യാസിയുമായ ESI. ഇതിലുപരി കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷൻ എന്ത് വേണോടോ? ഒന്നും വേണ്ടേ. ആ സാർ, എന്ത് വേണം? എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം. അനി ഞാൻ എന്ത് വേണം? പോയി ഒഴിക്കരുതോ? നോക്കണേ എന്റെ ഒരു ഗതികേട്. ഓരോരുത്തരും മൂത്രം ഒഴിക്കണമെങ്കിൽ ഞാൻ, വെളിക്കിറങ്ങണമെങ്കിൽ ഞാൻ. എടോ, ലാക്കപ്പി കിടന്ന കള്ളപ്പുള്ളിയിലോടോ പോയത്? അതെ സാർ. എന്നെ പിടിക്കാനല്ലോ, അവനെ പോയി പിടി. നാരായണ, അമ്മേ, അയ്യോ മോളെ, എനിക്ക് കുറച്ച് വെള്ളം വേണം. ഞാനിപ്പോ കൊണ്ടുവരാമേ. എനിക്ക് തീരെ വയ്യ, എന്തോ വല്ലാത്ത ക്ഷീണം. കമലം, നിന്റെ അസുഖം എല്ലാം ഭേദമാവും, വിഷമിക്കാതിരിക്കൂ. എനിക്കെന്തോ വല്ലാത്ത ഭയം തോന്നുന്നു. നമ്മുടെ മോളെ പൊന്നുപോലെ വളർത്തണം. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? സമാധാനമായിരിക്കൂ. അമ്മേ, വെള്ളം. മതി. ഞാനിപ്പോ വരാം. ഞാനിനി അധികകാലം ഉണ്ടാവില്ല മോളെ.
എനിക്ക് വല്ലാതെ ശ്വാസം മുട്ടുന്നു. നെഞ്ചു തടവുമ്പോ അമ്മയ്ക്ക് സുഖം കിട്ടും. വെള്ളം വെള്ളം. അമ്മേ അമ്മേ കമലം, മാറി നിൽക്കടാ. കഴിയാത്തടാ, ഇതെന്തോടെ പ്രസംഗിക്കാൻ നിൽക്കും? ശരിക്കും നിൽക്കടാ, പോസൊന്നും വേണ്ട കേട്ടോ. ശരിക്കും നിൽക്കടാ. ശരിക്കും നില്ലടേ. എന്തോടാ എന്റെ പേര്? ചോദിച്ച കേട്ടില്ല. കഴിയ പേര് തോമസ്. ശരിക്കും പറയടാ. കഴിയാത്തടാ. എടാ, ഇതിനു മുമ്പ് നീ പെണ്ണുങ്ങൾ കയറി പിടിച്ചോണ്ടോ? എടാ, ചോദിച്ച് കേട്ടില്ലേ പെണ്ണുങ്ങൾ പിടിച്ചോണ്ടോന്ന്? ഉണ്ടോ? കേട്ടു. ഉത്തരം ഞാൻ കോടതി പറഞ്ഞോളാം. ആഹാ, അപ്പൊ നീ കോടതിയിലേ പറയുള്ളൂ. ഞാൻ ചോദിച്ച പറയില്ലേ? നിന്നെ കൊണ്ട് പറയാൻ പറ്റും? ഞാൻ നോക്കട്ടെ. സാർ, സംഗതി ആകെ വശക്കേടായി. ആരെ? ഇതാരാണെന്ന് സാറിന് അറിയാമോ? ആരാ? തെറ്റ് ചെയ്ത് ഞാൻ പൂട്ട് പൂജിക്കണം. ഈ പയ്യൻ നമ്മുടെ MLA സണ്ണി സാറിന്റെ മോനാ. സൂക്ഷിച്ചില്ലെങ്കിൽ തൊപ്പി തെറി. നമ്മളെ MLA സണ്ണിച്ചായോ? അതെ. എടാ കഴുത, അതെന്ത് നീ നേരത്തെ പറയുന്നത്? അനിയ മോനെ, എന്റെ പൊന്നനിയ, ഇങ്ങോട്ട് നോക്ക്. ഈ ചേട്ടനോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ്. അയ്യോ എടേ, ഒരു ചായ. നിന്നെ ഞാൻ സാർ, ഒന്നുകൂടി ആലോചിക്കണം സാർ. ആലോചിക്കുന്നല്ലേ? തന്റെ വീട്ടിൽ പോയിരുന്ന ആലോചിച്ചാൽ മതി. ഞാൻ പറഞ്ഞു നോക്കി, അവനെ ലോക്കപ്പിലാക്ക്. സാർ, സാറിനെ കുറിച്ച് ധാരാളം പരാതികൾ CA ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്നാ കേട്ടത്. ഏത് CA? പോകാൻ പറയണോ? കള്ളന്മാരെയും കൊള്ളക്കാരെയും വേട്ടയാടി പിടിക്കേണ്ടത് ഞാൻ. പേര് കിട്ടുന്നതോ മറ്റു വല്ല കിഴങ്ങന്മാർ. ആ കിഴങ്ങിന്റെ കാര്യമല്ല സാർ, സ്ത്രീ വിഷയത്തിൽ സാറിന് അല്പം വീക്ക്നെസ് ഉണ്ടെന്നാ റൂമർ. എടോ മെന്നെ, ഞാനൊരു ശ്രീകൃഷ്ണ ഭക്തനാ. കൃഷ്ണ, ഗുരുവായൂരപ്പാ. ആ, ഏത് സമയത്തും CA അദ്ദേഹത്തിന്റെ ഇൻസ്പെക്ഷൻ ഉണ്ടാവുമെന്നാ കേട്ടത്. ഇൻസ്പെക്ഷനോ? എന്തുകൊണ്ട് പിടിക്കാനാണോ ഇൻസ്പെക്ഷൻ? അതെനിക്ക് ഉറക്കം വരുന്നെങ്കിലേ താൻ പോയി കിടന്ന് ഉറങ്ങിക്കും. പിന്നെ നാളെ രാവിലെ തന്നെ ഒന്ന് ശമ്പളം മേടിച്ചോണം. അയ്യോ, എന്നെ രക്ഷിക്കണേ. ഇത് കണ്ടോ മോനെ? അടിയൻ എന്നെ ഇടിച്ചു, ചതച്ചു. ആരാ കുഞ്ഞേ പന്നറാസ്കൽ? എന്റെ കെട്ടിയൻ. കെട്ടിയോന് ദേ ഇവിടെ ഇടിച്ചു. അയ്യോ, ഇവിടെ കുറച്ച് കൊട്ടൻ ചുക്കാതെ എണ്ണ വാങ്ങി തേച്ച് ചൂട് പിടിപ്പിക്കാമായിരുന്നില്ലേ? സമയം കിട്ടിയില്ല സാർ. അവരൊക്കെ ഇത് നല്ലതാ. എനിക്കും അങ്ങനെ തോന്നുന്നു. എന്നാലും ഈ കവിളിൽ അയാൾ അടിച്ചല്ലോ. ആണുങ്ങൾ ഇത്രയും ക്രൂരന്മാരാണോ? കഷ്ട. പെണ്ണുങ്ങളായി ജനിച്ചാലത്തെ ഒരു ഗതികേട്. ആണായി ജനിക്കാൻ മേലായിരുന്നോ? എന്താണ് ഇതൊക്കെ? ഒരു പാവപ്പെട്ട സ്ത്രീ ഭർത്താവ് ഇടിച്ചു, ചതച്ചു. ഇതൊരു പോലീസ് സ്റ്റേഷനാണെന്ന് ഓർമ്മയുണ്ടോ? ഇവർ ആയുർവേദ വൈദ്യശാലയെ കൊണ്ടുപോയി ഒന്ന് പിഴിഞ്ഞ് ഒഴിഞ്ഞ്. ഒന്നും കേൾക്കണ്ട. നിങ്ങളെ കുറിച്ച് കിട്ടിയ വിവരങ്ങളൊക്കെ തികച്ചും ശരിയാണ്. വേണ്ട നടപടികൾ ഉടനെ. എക്സ്ക്യൂസ് മീ സാർ. പാന്റ് എടുത്തിടണേ സാർ. ഓ, ഇനി ഈ പാന്റ് ഇടേണ്ടി വരില്ല.